കുറച്ച് ദിവസം മുന്നേ നമ്മുടെ എല്ലാത്തിൽ പിള്ളേരായിട്ട് ആലപ്പുഴ പോയ വീഡിയോ ആണ് ഇത്. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. അങ്ങനെ നേരെ പരമ്പരാമത്തെ പാചകം കണ്ട് വലിയ ചായ കുടിക്കാൻ കയറി. ചായയും ഒരു കടി മാത്രം കടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ കയറി. പക്ഷെ അവിടെ ഇറങ്ങാൻ നേരത്തെ വലിയ പാൻഡേട്ടൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഒന്നിന് വരെ എല്ലാവരും 10-90 ഷാലോ കഴിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ സുറുമി തീരുമ്പോ കഴിക്കുന്നുണ്ട്. ഷാല് തീരുമ്പോ പെറോട്ട് എടുത്തിട്ടുണ്ട്. എന്തോ ഏർലി ആയിക്കൊണ്ടാണെന്ന് അറിയില്ല. ഞങ്ങൾ ഏർലി തന്നെ ആലപ്പുഴയിലെത്തി. പിന്നെ കല്യാണത്തിന് കുറച്ചുകൂടി നേരമുള്ള അതിന്റെ പേരിൽ പുറത്തിറങ്ങി അവിടെ ഇവിടെ വായി നോക്കിക്കാന്ന് വെച്ച് നിന്നാണ്. അങ്ങനെ നിൽക്കുന്ന ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാണുന്നത്. ബട്ട് ഒരു സോലയത്തായി നായ്ക്കൾ പോലും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മുഹൂർത്തത്തിന് മുന്നേ ഞങ്ങൾ ഹാളിലെത്തി. നേരത്തെ തൊട്ടൊരു ബാഗുണ്ടായി. ലൈഫിൽ ആദ്യം ഒരു കെട്ടിയാൻ നേരിട്ട് കണ്ടി. അങ്ങനെ അതും കണ്ട് സദ്യക്ക് കഴിഞ്ഞപ്പോൾ സെമീർ വന്നു. ആലപ്പുഴക്കാരെ സദ്യക്ക് എന്തോ വെറൈറ്റി ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചപ്പോൾ അല്ലേ സദ്യയുടെ പോണൊക്കെ ചെമ്മീൻ ഉണ്ടാവുന്നു. എനിക്കിഷ്ടമില്ലാത്തതിന്റെ പേര് ഞാൻ മേടിച്ചില്ല. അതിന്റെ പേര് വീഡിയോ കാണിക്കാനും പറ്റിയില്ല. അത് തൊള്ളയിലത്തോടെ സെമീറിനാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. പക്ഷെ അവന്മാർക്ക് ആർക്കും കിട്ടാത്ത 3 പപ്പടി എനിക്ക് കിട്ടി. അതിന്റെ പേര് ഞാൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞാൽ അവിടെ നിന്ന് കാറി കയറി സദ്യ വെച്ച ഹാങ് ഓവറിൽ അങ്ങനെ ആ ഹാങ് ഓവറിൽ അപ്പുറത്ത് കിടക്കുന്ന വാഴപ്പിണ്ടി ഇപ്പുറത്ത് കിടക്കുന്നത് ഒരു പിണ്ടിയല്ല. വന്ന പരിപാടി നേരത്തെ കഴിഞ്ഞതിന്റെ പേര് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ചില സാഹചര്യ സമ്മർദ്ദം പോലും ഞങ്ങളോടൊപ്പം വരാൻ പറ്റാണ്ട് ഇന്ന് ദേവൂട്ടര നാട് കട്ടപ്പനയിലാണല്ലോ. അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ട് വണ്ടി നേരെ ഞങ്ങൾ കിട്ടും. പിന്നെ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കൈ വീശി ചെന്ന് കഴിഞ്ഞാൽ മോശമല്ല. അതിന്റെ പേരിൽ അവൾ കൊടുക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചു. കുറച്ച് പ്രോട്ടീൻ ആയിക്കോട്ടെ. പിന്നെ ആ കയ്യിലുള്ള ലൈസ് അത് അവൾക്ക് തിന്നാനുള്ളത്, അത് ഞങ്ങൾക്ക് തിന്നാനുള്ളതാണ്. നേരത്തെ സൈഡായ വാഴപ്പണ്ടി പിന്നെ ഇതൊന്നും അറിയാണ്ട് ചക്ക വിട്ടിട്ട് പോലെ കിടക്കട്ടെ. പിന്നെ അവിടെ എത്തിയപ്പോൾ ഇതിന്റെ വെളിയും വെള്ളിയാച്ചൊക്കെ ഒന്ന് വന്നത്. അങ്ങനെ അവളെ വീട്ടിലെത്തി സർപ്രൈസ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് കൂടി വരും എന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ കയറി ചെന്നത്. എവിടെ ഞങ്ങളെ കണ്ടതോൾ വാണം വിട്ടോലെ അകത്ത് കൂടി പോയി. ആ ഓടിപ്പോയത് എന്തിനാണ് തിരിച്ചു വന്നപ്പോൾ കാര്യം മനസ്സിലായി. ലിപ്സ്റ്റിക് ഇടാൻ പോയതാണ് അതിന്റെ ക്യൂട്ട്നെസ്സിന് വാരി വിതർന്നത്. ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവളെ വീട്ടിലെ അരത്തോട്ട് പോയി പറ്റും. എന്ത് രസമുള്ള സ്ഥലം എന്നറിയാം. പച്ചപ്പ് ഹരിതാപൊക്കെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ചു പോകും. ആസ്വദിക്കാൻ എന്റെ അടുക്ക് 2 സാധനത്തിന് പേടിക്കാനെന്ന് അവള് പറഞ്ഞു. ഇവിടെ കാട്ടുപന്നി ഉണ്ടാണലുണ്ട്. കാട്ടുപന്നി നമ്മളെ കുത്തി മലത്തും. മണലാണെങ്കിൽ കുത്തും. പക്ഷെ രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു കണ്ടന്റ് ആണല്ലോ. പക്ഷെ പന്നിനെ എടുത്താണല്ലോ കൂടിയല്ലാണ്ട് അവിടെ ഒരു കിണ്ടി ഞാൻ കണ്ടില്ല. അവിടെ ഫുള്ള് ചുറ്റി നടന്ന ഏലക്കായ ചെടിയും കണ്ട് ഏലക്കായ കണ്ട് ഫുള്ള് വൈബ് പറ്റുന്നത്. ആകെ പന്നിനെ മാത്രം കണ്ടില്ല. കള്ളപ്പന്നി അവിടെ പോയി കിടക്കണം. അവിടെ നേരെ ടോപ്പ് സ്റ്റേഷൻ പോയി മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ അടിയിൽ 2 പോത്തിനെ കണ്ടു. എന്തായാലും പന്നിനെ കിട്ടിയില്ല. പോത്തിനെ വെച്ച് കണ്ടന്റ് ആക്കാന്ന് വെച്ച് പോയപ്പോൾ പോത്ത് തന്നെ കണ്ടന്റ് ആക്കാൻ വന്നത്. പക്ഷെ ഞാൻ ജീവനും കൊണ്ടുപോയി. അങ്ങനെ അവിടുത്തെ വീട്ടിലെത്തി നല്ല ചൂടുള്ള കപ്പയും ബീഫും കഴിച്ച് നമ്മുടെ ഇറങ്ങി. അപ്പൊ ഓക്കെ, ഫോളോ ചെയ്താൽ നാളെ കാണാം.